അതേ അവസരത്തിൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിലേക്ക് അതേ ചേർത്ത് പറയുന്ന അബൂലഹബിന് രക്ഷ കിട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ തഖ്വയാണ്. കുടുംബബന്ധമുണ്ടെങ്കിൽ അതിന്റെ തിളക്കവും നിലനിൽക്കണമെങ്കിൽ ഈമാൻ വേണം, തഖ്വ വേണം. അതൊക്കെ മറന്നിട്ട് ഞാൻ തങ്ങേനെ ഇന്നൊന്നും പറയാൻ പറ്റൂല പറഞ്ഞു പേടിപ്പിക്കുക. ഒരു ക്യാൻസർ ഉണ്ടാക്കും, ഒരു മുറിവുണ്ടാക്കും, ഒരു കുഴപ്പമുണ്ടാക്കും, ഉരുത്തക്കേട് തട്ടും എന്നും പറഞ്ഞ് മനുഷ്യനിൽ നിന്ന് പണം പിടുങ്ങുവാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിലേക്കും ചേർത്ത് പറയാ. മാത്രല്ല സലാത്ത് പോലും ഇപ്പൊ എന്താ കച്ചവടാണ്. സലാത്ത് എല്ലായിടത്തും കച്ചവടം. സലാത്ത് എന്നല്ലേ ഉള്ളാളെ തങ്ങ പറഞ്ഞത്. എന്തേ സലാത്ത് എല്ലാവർക്കും കാശ് കിട്ടുന്ന ഒരു പരിപാടിയാണ്, മനസ്സിലായി. അപ്പൊ എല്ലായിടത്തും സലാത്ത്. ഇങ്ങനെ കഷ്ടപ്പെട്ട് കരീൽ ബുഖാരിയുടെ സലാത്ത് ഉണ്ടാക്കിയപ്പോ നല്ല വരുമാനം ഉണ്ട് എന്ന് കണ്ടപ്പോ എല്ലാവരും സലാത്ത് ഉള്ളാളെ തങ്ങക്ക് അങ്ങനെ മനസ്സിലായി. മാത്രല്ല ഇപ്പൊ വേറെ പുതിയൊരു പരിപാടി. ഓരോ ദിവസം മുസ്ലിയാക്കന്മാരിങ്ങനെ പുതിയ പരിപാടി തുടങ്ങുകയാണല്ലോ. ഇപ്പൊ തുടങ്ങിയ പരിപാടി എന്താ? ഇപ്പൊ ഒരു നോട്ടീസ് കണ്ടു. എന്താ നോട്ടീസ്? പത്രത്തിൽ, ഇവിടുത്തെ സുദ്ദി ദിനപത്രത്തിൽ 15/3/2012 നിങ്ങൾക്ക് ബാനറിൽ കാണാം. എന്താ പറഞ്ഞത്? ഈശ്വരമംഗല സുന്നി മഹാസമ്മേളന ഹാവു പുണ്യ മദീന സന്നിധികെ 10 കോടി സലാത്ത് സമർപ്പണേ. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 10 കോടി സലാത്ത് സമർപ്പിക്കുകയാണ് മദീനത്തേക്ക്. എന്താ ചെയ്യേണ്ടത്? 10 കോടി സലാത്ത് അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. എങ്ങനെയത് കൊടുക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോ ദിവസവും കഴിവിന്റെ പരമാവധി സലാത്തുകൾ ചൊല്ലുക. എന്നിട്ട് ചൊല്ലുന്ന സലാത്തുകളുടെ എണ്ണ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഒരു ദിവസം ഞാൻ ഇത്ര ചൊല്ലി, മറ്റേയാള് കുഞ്ഞാത്തുമ്മ ഇത്ര ചൊല്ലി, ഖദീജക്കുട്ടി ഇത്ര ചൊല്ലി, നഫീസ് ഇത്ര ചൊല്ലി, അഹമ്മദ് ഇത്ര ചൊല്ലി, അബൂബക്കർ ഇത്ര ചൊല്ലി, ഓരോരുത്തരും. എന്നിട്ട് അതെന്ത് ചെയ്യണം? ഈ മുസ്ലിയാക്കന്മാരുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു പറയണം, SMS അയച്ചു കൊടുക്കുക. ഞാൻ ഇത്ര ചൊല്ലിയിട്ടുണ്ട്. അബൂബക്കർ വിളിക്കുന്നു, ഉമർ വിളിക്കുന്നു, എല്ലാവരും വിളിക്കുക. ഇതൊക്കെ കൂടി ഒരുക്കൂട്ടുന്ന സ്ഥലമാണ് ഇവിടെ. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? ഈ സുന്നി മഹാസമ്മേളന പിന്നെ പുണ്യമദീന സന്നിധിയെ 10 കോടി സലാത്ത് സമർപ്പിക്കും. ഇവിടുന്ന് അയക്കണത് സാധാരണ ഉണ്ട്. ഓരോ സ്ഥലത്ത് തേങ്ങ ശേഖരിച്ച് അവിടുന്ന് അയക്കും. ഇങ്ങനെ 10 കോടി സലാത്ത് ഓരോരുത്തർ വിളിച്ചു പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് പുത്തൂരിന്ന് അയക്കാൻ പോകുക. എവിടേക്ക്? മദീനത്തേക്ക്. ഇത് ഇവിടുന്ന് തുടങ്ങിയതാ. ആരാ സുഹൃത്തെ ഇതൊക്കെ തുടങ്ങിയത്? ഇതിങ്ങനെ കെട്ടി അയക്കുന്ന സമ്പ്രദായം നിങ്ങളല്ലേ പറഞ്ഞത്? മുത്തുനബി നമ്മളൊക്കെ കൂടെ തന്നെ ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, നമ്മുടെ കൂടെ തന്നെ എല്ലാം കണ്ടും കേട്ടും മുത്തുനബി ഉണ്ടാവുമ്പോ എവിടേക്കായി പാർസല്? 10 കോടി എവിടേക്കായി പാർസല്? ഓരോ സ്ഥലത്തുനിന്നും കോടികൾ. എന്താ മുസ്ലിയാക്കന്മാര് വരുമാനം ഉണ്ടാക്കാനുള്ള സൂത്ര? ഇനി അടുത്ത പരസ്യം എന്ത് പറയുന്നറിയോ? നിങ്ങൾ ചൊല്ലുന്ന ഓരോ സലാത്തുകളുടെയും എണ്ണത്തിനനുസരിച്ച് ഓരോ രൂപ കൂടി ഇങ്ങോട്ട് പാർസൽ അയക്കേണ്ടതാണ്. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾ ശപ്പാടടിക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇലാഹ നടത്തിയ അൽ ഫാത്തിഹ ഞങ്ങൾ ഓതിക്കോളാം.